ഹായ്, വെൽക്കം. നമ്മൾ ഒപ്റ്റിക്സ് മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ഒപ്റ്റോമെട്രിയുടെ സെക്ഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷനിലാണ് നമ്മൾ ആദ്യമേ പഠിക്കാനായിട്ട് പോകുന്ന ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ എന്നുള്ള സബ്ജക്റ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഐബോളിനെ കുറിച്ചാണ്. നമ്മുടെ കണ്ണിൻ്റെ ഐബോളിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ സ്ട്രക്ചറ്, അതിൻ്റെ മെഷർമെൻറ്റ്സുകളെ, അതിൻ്റെ ഷേപ്പ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഐബോളിൻ്റെ 1-2 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഐബോളിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പിക്ചറൊക്കെ കാണിക്കാം. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മൾ പറഞ്ഞ മിഡിൽ ലൈൻ വ്യൂ പിക്ചർ എന്നാണ്. ഒരാളുടെ കണ്ണിൽ നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെയാണ് കാണുന്നത് ആ ഒരു ലെവലിലാണ്, അതായത് മിഡിൽ ലൈൻ വ്യൂ പിക്ചർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ പഠിക്കാനായിട്ടുള്ളത് നമുക്ക് ഈ ഐബോളിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സ്ട്രക്ചർ പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്, പിന്നെ ഡയമെൻഷൻസ് ഉണ്ട്, അതായത് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 3 കോട്ടുകൾ വരുന്നുണ്ട്. ആ കോഡ്സുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചേമ്പേഴ്സ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പിന്നെ ഓരോ കമ്പോണൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഐബോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഐബോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യമേ നമ്മൾ പഠിക്കുന്നത് ഐബോൾ ഈസ് എ സിസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഐബോൾ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മുഴ പോലെ, ഇത് നമുക്ക് ഷേപ്പ് കാണുമ്പോൾ അറിയാം ഒരു സിസ്റ്റ് പോലെ ഒരു സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനൊരു പ്രഷറുണ്ട്. ആ പ്രഷർ ഉള്ളതുകൊണ്ട് ഇതിനകത്തുള്ളൊരു പ്രഷർ ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യമേ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഐബോളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒറ്റ നോട്ടം നോക്കുമ്പോൾ നമുക്കിത് റൗണ്ട് ആയിട്ട് തോന്നും. സാധാരണ പറയുന്നത് ഗ്ലോബ് പോലെയാണ് ഐബോൾ ഇരിക്കുന്നതൊക്കെ പറയട്ടെ, അങ്ങനെയല്ല. ഐബോളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ലൈറ്റ് സ്പിറോയിഡ് ആയിട്ടുള്ള ഷേപ്പാണ്. ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറഞ്ഞാൽ 2 സ്പിയർ, അതായത് 2 ഗോളങ്ങളും കൂടി ചേർന്നിരുന്നതാണ്. അതായത് മോഡിഫൈഡ് ആയിട്ടുള്ള 2 സ്പിയേഴ്സ്, 2 വൃത്തങ്ങൾ, 2 ഗോളങ്ങൾ കൂടി ചേർന്നത് എങ്ങനെയാണോ അതുപോലെ അതാണ് ഐബോളിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഷേപ്പിന് പറയുന്നത് ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ഇങ്ങനെയുള്ള ലെങ്തുകൾ, പിന്നെ ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ വോളിയമേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ബേസ് അടുത്ത് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് ഇതിൽ 3 കോഡ്സ് ഉണ്ട്. 3 കോഡ്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ കോട്ടുണ്ട്, മിഡിൽ കോട്ടുണ്ട്, ഇന്നർ കോട്ട്, അങ്ങനെ 3 കോഡ്സ് പഠിക്കാനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഐബോളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് ആന്റിയർ സെഗ്മെന്റും ഉണ്ട്, പോസ്റ്റീരിയർ സെഗ്മെന്റും ഉണ്ട്. 2 സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള കമ്പോണൻസുകൾ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 ചേമ്പേഴ്സ് വരും. അപ്പോൾ ആ ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഐബോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഐബോളിൻ്റെ ഒരു പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്, അത് സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഐബോളിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐയുടെ സ്ട്രക്ചർ പഠിച്ചത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഐയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്ക് ആദ്യമേ ഷേപ്പാണ് പറയേണ്ടത്, അല്ലേ? ഷേപ്പ്. അപ്പോൾ എന്താണ് നമ്മൾ ഐയുടെ ഷേപ്പ് പറഞ്ഞാൽ? ഐയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ലൈറ്റ് സ്പിറോയിഡ് ആണ്. ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 2 മോഡിഫൈഡ് ആയിട്ടുള്ള സ്പിയേഴ്സ് കൂടി ചേർന്നാൽ എങ്ങനെയാണോ അതാണ് ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്ന, വരച്ച് പഠിക്കാൻ തന്നെ ഇങ്ങനെ തന്നെ വരയ്ക്കാവുന്നതാണ്. ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതൊരു സർക്കിളായി, ഒരു റൗണ്ടായി. ഇനി നമുക്ക് ഒബ്ലൈറ്റ് സ്പിറോയിഡ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു സർക്കിളൂടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു കുറച്ചുകൂടെ മെഷർമെൻറ്റ് മാറ്റിയിട്ട് 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഷേപ്പും കൂടെ എടുക്കുകയാണ്. 2.5 സെൻറ്റിമീറ്റർ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം. കണ്ടോ? ഇപ്പം നിങ്ങൾ 2 സ്പെയർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ്. അപ്പം ഈ 2 സ്പെയർ, 2 ഗോളങ്ങൾ കൂടി ചേർന്നത് എങ്ങനെയാണോ അതാണ് ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അവിടെ റിമൂവ് ചെയ്ത് കളയാം. ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു ആ ഒരു ഷേപ്പ്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് വരുന്നത് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതാണ് ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കളർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനുണ്ട്. ഞാൻ വരയ്ക്കാനൊക്കെ ഡ്രോയിങ്ങിലൊക്കെ ഇച്ചിരി പുറകോട്ടാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ചെയ്ത് തരുക എന്നുള്ളതാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐയുടെ ഒരു ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പിന് പറയുന്നതാണ് ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. ഒബ്ലേറ്റ് സ്പിറോയിഡ്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സിസ്റ്റ് പോലെ ഒരു സ്ട്രക്ചറാണ് അല്ലേ. അതായത് കണ്ടോ, ഒരു മുഴയുടെ പോലെയുള്ള ഒരു സിസ്റ്റ് പോലെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഈ ചൈബോൾ ഈസ് എ സിസ്റ്റിക് സ്ട്രക്ചർ എന്ന് പഠിക്കുന്നത്. പിന്നെ ഈ സ്ട്രക്ചർ നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഒരു പ്രഷർ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് പഠിച്ചു, ഒബ്ലേറ്റ് സ്പിറോയിഡാണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിച്ചു, സിസ്റ്റിക് സ്ട്രക്ചറാണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു അളവിനെ ലെങ്തിന് പറയുന്നതാണ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയാമീറ്റർ. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയാമീറ്റർ എന്ന് പറയുന്നത്, അതായത് അഡൾട്ടായിട്ട് മുതിർന്ന ഒരു വ്യക്തിയുടെ ഒരു ഐനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയാമീറ്റർ എന്ന് പറയുന്നത് 24 mm ആണ്. 24 mm ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ ഡയാമീറ്റർ, ഇവിടുന്ന് ഇങ്ങനെയുള്ള ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയാമീറ്റർ 23 mm ആണ്. 23 mm ആണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഡയാമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോറിസോൺ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 23.5 mm ആണ് ഇതിൻ്റെ ഈ ഹോറിസോണ്ടൽ ഡയാമീറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ച ആക്സിയൽ ലെങ്ത് പഠിച്ചു. ആക്സിയൽ ലെങ്ത് അല്ലെങ്കിൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയാമീറ്ററാണ് നമ്മൾ ആക്സിയൽ ലെങ്ത് എന്ന് പറയുന്നത്. അത് 24 mm ആണെന്ന് പഠിച്ചു. അടുത്ത് നമ്മൾ പറഞ്ഞ ഹോറിസോണ്ടൽ ഡയാമീറ്റർ. ഹോറിസോണ്ടൽ ഡയാമീറ്റർ ഇത് തന്നെയാണ്. ഹോറിസോണ്ടൽ ഡയാമീറ്റർ വരുന്നത് 23.5 mm ആണ് വരുന്നത്. 23.5 mm വരുന്നത്. പിന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് 23 mm ആണ് വരുന്നത്. 23 mm ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത്, അതായത് മൊത്തത്തിലൊരു ചുറ്റളവ് എന്ന് പറയുന്നത് 75 mm വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 6.5 ml ആണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വോളിയം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഐയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 7 gram ആണ്. 7 gram ആണ് ഒരു ഐയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഈ ഡയമെൻഷൻസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട്സ് ആയിട്ട് തരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഷേപ്പ് മനസ്സിലാക്കി, ഒബ്ലേറ്റ് സ്പിറോയിഡ് മനസ്സിലാക്കി, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, സിസ്റ്റിക് സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി, പിന്നെ നമുക്ക് ഡയമെൻഷൻസ് വന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ള ഓരോ ഐബോളിനകത്ത് നമുക്ക് 3 ലെയേഴ്സാണ് വരുന്നത്. ഇത് 3 ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഔട്ടർ കോട്ട് എന്ന് പറയും. ഇപ്പോൾ ഇതിനെ പറയുന്നതാണ് ഫൈബർസ് കോട്ട് എന്ന് പറയും. ഫൈബർസ് കോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ഫൈബർസ് കോട്ടുണ്ട്, വാസ്കുലാർ കോട്ടുണ്ട്, അതുപോലെ തന്നെ നെർവസ് കോട്ടുണ്ട്. 3 കോട്ട്സാണ് നമുക്ക് ഒരു ഐബോൾ, അതായത് 3 പാളികളാണ് വരുന്നത് ഐബോളിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ചേക്കുന്ന ഔട്ടർ മോസ്റ്റ് കോട്ടാണ് വരച്ചേക്കുന്നത്. ഇപ്പോൾ ഈ കോട്ടിന് പറയുന്ന പേരാണ് ഫൈബറസ് കോട്ട്. ഒന്നാമത്തെ കോട്ടിൻ്റെ പേരാണ് ഫൈബറസ് കോട്ട്. ഞാൻ അതിനൊപ്പം എഴുതി വെക്കുവാണ്, ഫൈബറസ് കോട്ട്. ഓക്കെ, അപ്പോൾ ആ ഫൈബറസ് കോട്ടിനകത്ത് 2 പാർട്ടാണ് വരുന്നത്. 2 പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാർട്സ് വരും, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാർട്ടുണ്ട്, ഇങ്ങോട്ടൊരു പാർട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ ഈ ഒരു ഐബോളിനെ 6 ആയിട്ട് കൺസിഡർ ചെയ്താൽ, 6 ആയിട്ട് കൺസിഡർ ചെയ്താൽ, മൊത്തത്തിൽ ഒരു വോളിയം 6 ആയിട്ട് കൺസിഡർ ചെയ്താൽ 6ൽ 5 ഭാഗം വരുന്ന പോയിന്റ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ വരുന്ന ഏരിയ, ഇവിടം തൊട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെയുള്ള ഏരിയനെ നമ്മൾ പറയുന്നതാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. സ്ക്ലീറ. ഓക്കെ, അപ്പം എന്താണ് 6ൽ 5 ഭാഗം വരുന്നത് സ്ക്ലീറയാണ് വരുന്നത്. പിന്നെ ഈ ഭാഗങ്ങൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളൊരു ഭാഗമുണ്ട്. നമ്മൾ അതിനെയാണ് പറയുന്നത് കോർണിയ എന്ന് പറയും. കോർണിയ. അപ്പോൾ കോർണിയ എത്രയാണ്? 6ൽ 5 ഇവിടെ ക്ലിയർ ആകുമ്പോൾ കോർണിയ എത്ര വരുന്നത്? 6ൽ 1/6 ആണ്. 6ൽ 1 ഭാഗമാണ് നമ്മുടെ കോർണിയ വരുന്നത്. 6ൽ 1 ഭാഗമാണ് കോർണിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫൈബർസ് കോട്ടിനകത്ത്, അതായത് ഔട്ടർ കോട്ടിനകത്ത് ഈ ഔട്ടർ കോട്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇൻട്രാ ഒക്കുലർ ആയിട്ടുള്ള കണ്ടൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കോട്ടാണ് ഈ ഔട്ടർ കോട്ട് അല്ലെങ്കിൽ ഫൈബർ കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈബർ കോട്ടിനകത്ത് 2 കണ്ടൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്ക്ലീറയുണ്ട്, ഒന്ന് കോർണിയുണ്ട്. അപ്പോൾ ഈ സ്ക്ലീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പേക്കാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തി വിടാത്തതും, കോർണിയ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻറ്റ് ഞാനിവിടെ നിന്ന് എഴുതി വെക്കുവാണ്. ട്രാൻസ്പെറൻറ്റ്. കോർണിയ എന്താണ്? ട്രാൻസ്പെറൻറ്റ് ആണ്. ട്രാൻസ്പെറൻറ്റ് ലൈറ്റിനെ കടത്തി വിടുന്നതാണ് കോർണിയ. ക്ലിയറ എന്ന് പറയുന്നത് ഒപ്പേക്കാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടാത്തതിനാണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചേക്കുന്നത് ഔട്ടർ കോട്ടാണ്. അതായത് ദാറ്റ് മീൻസ് ഫൈബർസ് കോട്ടാണ് വരുന്നത്. ഫൈബർ കോട്ടിനകത്ത്
കോർണിയ ഉണ്ട്. 1/6 പോർഷൻ വരുന്നത് കോർണിയ ആണ്. കോർണിയ ട്രാൻസ്പെറൻ്റ് ആണ്, ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അതായത് അടുത്ത് വരുന്നത് സ്ക്ലീറയാണ്. സ്ക്ലീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പേക്ക് ആണ്, അതായത് ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈബർസ് കോട്ട് അത് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത കോഡ്സ് വരുന്നതാണ് വാസ്കുലാർ കോഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വാസ്കുലാർ കോഡ് നമുക്ക് കണ്ണിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന വാസ്കുലാർ കോഡാണ്. വാസ്കുലാർ കോഡ് നമ്മൾ യൂവിയൽ ടിഷ്യൂ എന്നും പറയും. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊറോയിഡ് വരും, അതുപോലെ തന്നെ സീലറി ബോഡി ഉണ്ട്, പിന്നെ ഐറിസ് വരും. അത് 3 കമ്പോണൻസ് കൂടുന്നതാണ് വാസ്കുലാർ കോഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. വാസ്കുലാർ കോഡ് വരച്ച് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഓരോ ലെയറും മനസ്സിലാക്കാൻ ഞാൻ ഓരോ കളറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് വാസ്കുലാർ കോഡ്. അപ്പം ഇതാണ് നമ്മുടെ വാസ്കുലാർ കോഡ് എന്ന് പറയുന്നത്. വാസ്കുലാർ കോഡിനകത്ത് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്തിന് വരുന്നത് കൊറോയിഡ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നതാണ് കൊറോയിഡ്. ഈ ഒരു ഭാഗത്തിന് പറയുന്നതാണ് നമ്മൾ സീലിയറി ബോഡി എന്ന് പറയുന്നത്. സീലിയറി ബോഡി നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. സീലിയറി ബോഡി നമ്മൾ ഇത് ചെയ്യും. അപ്പം സീലിയറി ബോഡി ഉണ്ട്. പിന്നെ ഈ വരുന്നതാണ് ഐറിസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറാണ് വരച്ചത്, വാസ്കുലാർ കോട്ടാണ് വരച്ചത്. വാസ്കുലാർ കോട്ടാണ് നമുക്ക് കണ്ണിന് ബ്ലഡ് സപ്ലൈ അതുപോലെ ന്യൂട്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വാസ്കുലാർ കോട്ടാണ് വരുന്നത്. ഇതാണ് വാസ്കുലാർ കോട്ട് വരുന്നത്. വാസ്കുലാർ കോട്ടാണ് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് കൊറോയിഡ്, 2 സീലിയറി ബോഡി, ഇതാണ് സീലിയറി ബോഡി വരുന്നത്. പിന്നെ വരുന്നത് ഐറിസ്. അടുത്ത കോട്ടാണ് ഇന്നർ കോട്ട്. ഇന്നർ കോട്ട് എന്ന് പറഞ്ഞാൽ നെർവസ് കോട്ട് എന്ന് പറഞ്ഞാൽ നെർവസ്. ഇപ്പോൾ നെർവസ് കോട്ടിനകത്ത് വരുന്ന റെറ്റിനയാണ് വരുന്നത്, റെറ്റിന. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ലെൻസ് വരും. അതായത് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിസ്റ്റലൈൻ ലെൻസ് വരുന്നത് ഇവിടെ ഇങ്ങനെ സ്വനോൾസ് ഒക്കെ ഉണ്ട്, അതായത് ചെറിയ മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ലെൻസ് വരുന്നത്. കോൺവെക്സ് ആയിട്ട് വേണം ഇങ്ങനെ വരുന്നത്, കണ്ടോ ഇങ്ങനെ. ഇതാണ് കണ്ണിനകത്ത് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലൈൻ ലെൻസ് എന്നാണ് കണ്ണിനകത്ത് നമ്മുടെ ലെൻസിനെ പറയുന്നത്, ക്രിസ്റ്റലൈൻ ലെൻസ്. അപ്പോൾ ഇതെന്താ ക്രിസ്റ്റലൈൻ ലെൻസ്? നമുക്കത് നോട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ എഴുതി വെച്ചേക്കാം ലെൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് സൊനോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീലറി ബോഡീൻ്റെ അതിനെല്ലാം കൂടുന്നതാണ് സീലറി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ്, ഇപ്പോൾ ഐറിസ് വന്നു. ഇത് ഈ ഒരു ഭാഗത്തിന് പറയുന്നതാണ് പ്യൂപ്പിൾ. കണ്ണിനകത്തൊരു ഹോളുണ്ട്, ആ ഹോളിനകത്ത് പറയുന്നതാണ് പ്യൂപ്പിൾ. അപ്പോൾ അതിനകത്ത് മിഡിൽ കോട്ട് അല്ലെങ്കിൽ വാസ്കുലാർ കോട്ട് അത് വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സീലറി ബോഡി പഠിച്ചു, ഐറിസ് പഠിച്ചു, അതിൻ്റെ കൊറോയിഡ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ലെൻസുകൾ വരയ്ക്കാൻ ഉണ്ടാകുന്നതാണ് ലെൻസുകൾ ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ട ഇന്നർ കോട്ടാണ്. ഇന്നർ കോട്ട് എന്ന് വെച്ചാൽ നെർവസ് കോട്ടാണ്. നെർവസ് റെറ്റിനയാണ് വരുന്നത്. നെർവസ് കോട്ടിനകത്ത് വരുന്നത് റെറ്റിന വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് റെറ്റിന വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് റെറ്റിന, ഇങ്ങനെ ഇവിടെ വരുന്നതാണ് റെറ്റിന വരുന്നത്. ഓക്കെ, നെർവസ് കോട്ട് കൺസിസ്റ്റ് ഓഫ് ദ റെറ്റിന, അതായത് റെറ്റിനയാണ് വരുന്നത്. അപ്പം കൂടെ നമുക്ക് റെറ്റിന കൊടുക്കാം. റെറ്റിനയിൽ അത് 2 ലെയർ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ അത് എടുത്തു പോകുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഒപ്റ്റിക് ഡിസ്ക് വരും. ഒപ്റ്റിക് ഡിസ്ക്. പിന്നെ ഇവിടെ വരുന്നതാണ് ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവിൻ്റെ ഇങ്ങനെ വരും. നെർവസ് ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതിനകത്തൊരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അതിന് പറയുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ ആണ് നമുക്ക് ഈ ഒരു ഷേപ്പ് തരുന്നത്. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് വിട്രിയസ് ഹ്യൂമർ. പിന്നെ ഇവിടുന്ന് ലെൻസിൻ്റെ ഫ്രണ്ട് തൊട്ട് ഇവിടെ വരെയുള്ളൊരു ഭാഗമുണ്ട്. ഇതിന് ഇവിടെ വരുന്നതാണ് അക്യൂസ് ഹ്യൂമർ. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചു കോർണിയ ഈസ് എ ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിലെ വരുന്ന ലൈറ്റ് റൈസിനെ നമ്മൾ ഇതിലെ പ്യൂപ്പിളോടെ കയറി ലെൻസിലോട്ട് കവർ ചെയ്ത് നേരെ റെറ്റിനയെ വന്ന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരുന്നതാണ് കൺജൻറ്റീവ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് വരും, കൺജൻറ്റീവ. അത് നമുക്ക് നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കൺജൻറ്റീവ. ഓക്കെ, അതിന് പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ 2 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെഗ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്, 2 പോസ്റ്റീരിയർ സെഗ്മെൻറ്റും. അപ്പോൾ ആൻറ്റീരിയർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെൻസ് തൊട്ട് ഇവിടുന്ന് കോർണിയയുടെ ബാക്കോട്ട് ലെൻസിൻ്റെ മുൻവശം, ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ മുൻവശം വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തിന് പറയുന്നതാണ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. ഇവിടുന്ന് ഈ ലെൻസിൻ്റെ ബാക്ക് തൊട്ട് റെറ്റിന വരെയുള്ള ഭാഗത്തിന് പറയുന്നതാണ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഈ ആൻറ്റീരിയർ സെഗ്മെൻറ്റിനകത്ത് 2 ചേമ്പേഴ്സ് ഉണ്ട്. ഒന്ന് ആൻറ്റീരിയർ ചേമ്പർ, 2 പോസ്റ്റീരിയർ ചേമ്പർ. ആൻറ്റീരിയർ ചേമ്പറും 2 പോസ്റ്റീരിയർ ചേമ്പർ. ഓക്കെ, ആൻറ്റീരിയർ ചേമ്പർ, പോസ്റ്റീരിയർ ചേമ്പർ. നമ്മൾ ഇതിന് 2 ഡിവൈഡ് ചെയ്തിട്ട് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്, പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. ആൻറ്റീരിയർ സെഗ്മെൻറ്റ് നമ്മൾ 2 ഡിവൈഡ് ചെയ്തിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആൻറ്റീരിയർ ചേമ്പറും ഉണ്ട്, 2 പോസ്റ്റീരിയർ ചേമ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐബോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ഷേപ്പ് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, പിന്നെ 3 കോഡ്സ് പഠിച്ചു, ആൻറ്റീരിയർ സെഗ്മെൻറ്റ് പഠിച്ചു, പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് പഠിച്ചു, പിന്നെ ആൻറ്റീരിയർ ചേമ്പർ പഠിച്ചു, പോസ്റ്റീരിയർ ചേമ്പർ പഠിച്ചു, പിന്നെ നമ്മൾ 3 കോഡ്സും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് വരുന്നത്. നമുക്ക് ഇതാണ് വരുന്നത്. ഐറിസ് അക്കാഡമി ഡിപ്ലോമ ഇൻ ഒപ്റ്റിക്സ് മാനേജ്മെൻറ്റ്, അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ. നമ്മുടെ ഇൻഡെക്സ് ആണ് ഈ കാണിക്കുന്നത്. ചാപ്റ്റർ 1 നമ്മൾ പഠിക്കുന്ന ഐബോളാണ്. ഐബോൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ സ്ട്രക്ചറിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നതാണ് ഐബോൾ. അതുപോലെ ഈ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കംപ്രഹെൻസീവ് ഒഫ്താൽമോളജി എന്ന AK ഖുറാനയുടെ ഈ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ഇതാണ് നമ്മൾ BSc ഒപ്റ്റോമെട്രി, MScക്കാർ, അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ റെഫർ ചെയ്യുന്നൊരു ടെക്സ്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് വേണമെങ്കിൽ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോട്ട്സ് എഴുതാം. അപ്പോൾ ചാപ്റ്റർ 1 ഐബോൾ. അപ്പോൾ നിങ്ങൾ നല്ല നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു അത്യാവശ്യം വലിയ നോട്ട്ബുക്ക് തന്നെ നമുക്ക് വേണം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് റഫായിട്ട് എഴുതാനും വേണം. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ഐബോൾ. നമ്മൾ ഐബോൾ പഠിച്ചപ്പോൾ ആദ്യം എന്താ പഠിച്ചത്? നമ്മൾ അതിൻ്റെ സ്ട്രക്ചറാണ് പഠിച്ചത് അല്ലേ? അപ്പം ഈച്ച് ഐബോൾ ഈസ് എ സിസ്റ്റിക് സ്ട്രക്ചർ കെപ്റ്റ് ഡിസ്റ്റൻറ്റ് ബൈ ദ പ്രഷർ ഇൻസൈഡ് ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചാണ് അതിൻ്റെ ഷേപ്പ്. എന്തായിരുന്നു ഷേപ്പ്? ഓൾത്തോ ജനറലി റെഫേർഡ് ടു ആസ് എ ഗ്ലോബ്, ദ ഐബോൾ ഈസ് എ നോട്ട് എ സ്പിയർ. അതായത് ജനറലായിട്ട് പറയുന്ന ഒരു ഗ്ലോബ് പോലെയാണ് ഇരിക്കുന്നത് ആണെന്ന് പറഞ്ഞാലും ഐബോൾ ഒരു സ്പിയർ അല്ല, ബട്ട് ആൻ ഒബ്ലൈറ്റ് സ്പിറോയിഡ് അല്ലേ, കൺസിസ്റ്റിംഗ് ഓഫ് 2 മോഡിഫൈഡ് സ്പിയേഴ്സ് ഫ്യൂസ്ഡ് ടുഗദർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് സ്ട്രക്ചർ വരച്ച് തന്നെ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ആണ്. അതായത് ഡയമെൻഷൻസ് ഓഫ് അഡൾട്ട് ഐബോൾ. അതായത് അഡൾട്ട് ആയ ഒരു വ്യക്തിയുടെ ഒരു ഐബോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റ് ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 24 mm ആണ്. അപ്പോൾ ഈ ആൻറ്റീരിയർ പോസ്റ്റ് ഡയാമീറ്റർ നമ്മൾ ആക്സിയൽ ലെങ്ത് എന്ന് പറയുന്നത്, നിങ്ങളാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടു ആക്സിയൽ ലെങ്ത്. അടുത്താണ് ഹോറിസോണ്ടൽ ഡയാമീറ്റർ വരുന്നത് 23.5 mm വരുന്നത്. പിന്നെ വെർട്ടിക്കൽ ഡയമീറ്റർ വരുന്നത് 23 mm ആണ്. സർക്കംഫറൻസ് വരുന്നത് 75 mm ആണ്. വോളിയം വരുന്നത് 6.5 ml ആണ്. അതുപോലെ വെയിറ്റ് എന്ന് പറയുന്നത് 7 grams ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച കോഡ്സ് ഓഫ് ഐബോളാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഐബോളുള്ള 3 കോഡ്സുകൾ പഠിച്ചു. ദ ഐബോൾ കംപ്രസൈസ് 3 കോഡ്സ്. ഫസ്റ്റ് വൺ ഔട്ടർ ഫൈബ്രസ് കോട്ട്, സെക്കൻഡ് വൺ മിഡിൽ വാസ്കുലർ കോട്ട് അല്ലെങ്കിൽ യൂവിയൽ ടിഷ്യൂ, പിന്നെ തേർഡ് വൺ ഇന്നർ നെർവസ് കോട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫൈബ്രസ് കോട്ട് എന്നുള്ളത് നമുക്ക് നോട്ട്സ് എഴുതാം. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, ഫൈബ്രസ് കോട്ട്. ഇറ്റ് ഈസ് എ ഡെൻസ് സ്ട്രോങ് വാൾ ദാറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രാ ഒക്കുലർ കണ്ടൻസ്. എന്താണ് ഇൻട്രാ ഒക്കുലർ കണ്ടൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാളാണ് അല്ലെങ്കിൽ ഒരു കോട്ടാണ് ഈ ഫൈബ്രസ് കോട്ട് എന്ന് പറയുന്നത്. ദ ആൻറ്റീരിയർ 1/6 ഓഫ് ദ ഫൈബ്രസ് കോട്ട് ഈസ് എ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഈസ് കോൾഡ് ദ കോർണിയ. നമ്മൾ പഠിച്ചു, കോർണിയയുടെ കാര്യം പഠിച്ചായിരുന്നു. അത് 1/6 ഉള്ള കോർണിയ എന്ന് പഠിച്ചു. ദ പോസ്റ്റീരിയർ 5/6 ദ ഒപ്പേക് പാർട്ട് ഈസ് കോൾഡ് ഈസ് ദ സ്ക്ലീറ. ദ ജംഗ്ഷൻ ഓഫ് ദ കോർണിയ ആൻഡ് സ്ക്ലീറ ഈസ് കോൾഡ് ലിംബസ്. നമ്മൾ പറയാൻ വിട്ടുപോയാണ്. ഈ കോർണിയയും നമ്മുടെ സ്ക്ലീറയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെ പറയുന്നതാണ് ലിംബസ് എന്ന് പറയുന്നത്. ലിംബസ്. ഓക്കെ, അപ്പോൾ കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കറുത്തിരിക്കുന്ന ഭാഗത്തിന് മുമ്പിലുള്ള ലെയറാണ് കോർണിയ എന്ന് പറയുന്നത്. സ്ക്ലീറ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം, ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് വൺ ഈസ് വാസ്കുലർ കോട്ട്. കൺസിസ്റ്റ് ഓഫ് 3 parts ഫ്രം ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ, ഐറിസ്, സീലിയറി ബോഡി ആൻഡ് കൊറോയിഡ്. നമ്മൾ യൂവിയൽ ടിഷ്യൂ അല്ലെങ്കിൽ വാസ്കുലർ കോട്ട് എന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഐറിസ്, സീലിയറി ബോഡി ആൻഡ് കൊറോയിഡ്. ഓക്കെ, തേർഡ് വൺ നെർവസ് കോട്ട്. കൺസിസ്റ്റ് ഓഫ് റെറ്റിന. ഇന്നർ കോട്ട് വരുന്നത് എന്താണ്? റെറ്റിനയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐയുടെ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ പഠിച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് കോർണിയ നമ്മൾ പഠിച്ചത്. ഇതാണ് സ്ക്ലീറ, പിന്നെ ഇതാണ് റെറ്റിന. ഇതാണ് 3 കോഡ്സ് വരുന്നത്. ഇതാണ് ഫൈബ്രസ് കോട്ട്, അതുപോലെ തന്നെ ഇതാണ് യൂവിയൽ ടിഷ്യൂ അല്ലെങ്കിൽ വാസ്കുലർ കോട്ട്, പിന്നെ
നെർവസ് കോട്ട്, റെറ്റിന. ഈ ഭാഗം ഇതാണ് റെറ്റിന, ഇത് വിട്രിയസ് ഹ്യൂമർ, ലെൻസ്, ഇത് ഐറിസ്, അത് സീലിയറി ബോഡി, പിന്നെ ഒപ്റ്റിക് നെർവ്, ഐറിസ്, പ്യൂപ്പിള്, ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്താണ് സെഗ്മെന്റ് ആൻഡ് ചേമ്പേഴ്സ് ഓഫ് ദ ഐബോൾ. ഇത് ഐബോൾ ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 സെഗ്മെന്റ്സ്. ഫസ്റ്റ് വൺ ആൻറ്റീരിയർ സെഗ്മെന്റ് നമ്മൾ പഠിച്ചാണ്. ആൻറ്റീരിയർ സെഗ്മെന്റ് നമ്മൾ പോസ്റ്റീരിയർ സെഗ്മെന്റ് പഠിച്ചാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ക്രിസ്റ്റലൈൻ ലെൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻറ്റീരിയർ ടു ഇറ്റ് വിച്ച് ഇൻക്ലൂഡ് ദ ഐറിസ്, കോർണിയ ആൻഡ് 2 അക്യൂസ് ഹ്യൂമർ ഫില്ലഡ് സ്പേസ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേംബർ. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ അക്യൂസ് ഹ്യൂമർ ആണ് ഫില്ല് ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ആൻറ്റീരിയർ സെഗ്മെന്റ് വരുന്നതാണ് ഐറിസ്, കോർണിയ ആൻഡ് 2 അക്യൂസ് ഹ്യൂമർ ഫില്ലഡ് സ്പേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആൻറ്റീരിയർ ചേംബർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുത്തുള്ള ആൻറ്റീരിയർ ചേംബർ, ഇറ്റ് ഈസ് ബൗണ്ടഡ് ആൻറ്റീരിയർലി ബൈ ദ ബാക്ക് ഓഫ് കോർണിയ ആൻഡ് പോസ്റ്റീരിയർലി ബൈ ദ ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദ ഐറിസ് ആൻഡ് പാർട്ട് ഓഫ് സീലിയറി ബോഡി. ഓക്കെ, അടുത്ത നമുക്ക് പോസ്റ്റീരിയർ ചേംബർ നോക്കാം. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ സ്പേസ് ബൗണ്ടഡ് ആൻറ്റീരിയർലി ബൈ ദ പോസ്റ്റീരിയർ സർഫേസ് ഓഫ് ദ ഐറിസ് ആൻഡ് പാർട്ട് ഓഫ് സീലിയറി ബോഡി ആൻഡ് പോസ്റ്റീരിയർലി ബൈ ദ ക്രിസ്റ്റലൈൻ ലെൻസ് ആൻഡ് ഇറ്റ്സ് സൊണോൾസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റീരിയർ ചേംബറിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്താണ് പോസ്റ്റീരിയർ സെഗ്മെന്റ്. ഇത് മാറിപ്പോരുത്, ആൻറ്റീരിയർ സെഗ്മെന്റ്, പോസ്റ്റീരിയർ സെഗ്മെന്റ്. ആൻറ്റീരിയർ സെഗ്മെന്റിനകത്ത് 2 ചേമ്പേഴ്സ് ആണുള്ളത്, ഒന്ന് ആൻറ്റീരിയർ ചേംബർ, 2 പോസ്റ്റീരിയർ ചേംബർ. ഓക്കെ, അടുത്ത ഇനി പോസ്റ്റീരിയർ സെഗ്മെന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രക്ചേഴ്സ് പോസ്റ്റീരിയർ ടു ദ ലെൻസ് വിച്ച് ഇൻക്ലൂഡ് ദ വിട്രിയസ്, റെറ്റിന, കൊറോയിഡ് ആൻഡ് ഒപ്റ്റിക് ഡിസ്ക്. അപ്പോൾ ഇവിടെ എൻ്റർ അല്ല, ഇത് ഒരേപോലെ തന്നെ എഴുതി പോകണം. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രക്ചേഴ്സ് പോസ്റ്റീരിയർ ടു ദ ലെൻസ് വിച്ച് ഇൻക്ലൂഡ് ദ വിട്രിയസ്, റെറ്റിന, കൊറോയിഡ് ആൻഡ് ഒപ്റ്റിക് ഡിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിച്ച ഐബോളിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഓരോ സ്ട്രക്ചറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പറയുന്നത് ഇനി നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ക്ലാസ് വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോർണിയ എന്ന സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് കാണാം. താങ്ക് യു.